അർജുൻ ഷിരൂരിൽ നിന്ന് നമുക്കൊപ്പം കെ വി ബൈജു വീണ്ടും ചേരുന്നുണ്ട്. ബൈജു, നമ്മൾ ഈ ദൃശ്യങ്ങളിൽ ഇടയ്ക്കിടെ കാണിക്കുന്നുണ്ട് നമുക്ക് ലഭ്യമായ ആ ഒരു തെരച്ചിലിൽ കണ്ടെത്തിയ ആ കുഞ്ഞു കളിപ്പാട്ടം അത് നൽകാൻ അർജുനില്ല. കളിപ്പാട്ടം മാത്രമായി ഇന്ന് ആ കുഞ്ഞിന്റെ കയ്യിലേക്ക് എത്തുമെന്നുള്ളതാണ്. അർജുൻ്റെ ഏറ്റവും നല്ല ഓർമ്മയായ ആ വീട്ടിൽ എക്കാലവും അത് അവശേഷിക്കും. അതൊക്കെ കാണുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കരമായ വേദന. നമുക്ക് വ്യക്തിപരമായ അർജുനെ അറിയില്ല എങ്കിൽ പോലും നമുക്ക് എല്ലാവർക്കും അത്രത്തോളം വേദന ഉണ്ടാക്കുന്നുണ്ട്. അർജുനെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും വിശേഷങ്ങളും അർജുൻ ഈ കരുതി വെച്ചിരുന്ന ആ കളിപ്പാട്ടവും ഒക്കെ കാണുമ്പോൾ കേരളം ഒന്നാകെ അർജുനെ ഏറ്റെടുത്ത് കഴിഞ്ഞതാണ്. അത് അർജുനെ കാണാനില്ല എന്നറിഞ്ഞ ആ നിമിഷം മുതൽ അങ്ങനെ തന്നെയായിരുന്നു. അർജുനെ തിരികെ കിട്ടണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി കേരളം ഒന്നാകെ ഒരൊറ്റ മനസ്സോടെ നിൽക്കുകയായിരുന്നു. പക്ഷെ നമുക്ക് നിരാശയായിരുന്നു ഫലം. എന്തായാലും അർജുനുള്ള അന്ത്യയാത്ര അത് ഏറ്റവും ഭംഗിയാക്കുക എന്നുള്ളതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി എല്ലാവരും അന്ത്യാഞ്ജലി അർപ്പിക്കാനും ഒക്കെ വീട്ടിലേക്കും നേരത്തെ ബൈജു സൂചിപ്പിച്ചതുപോലെ തന്നെ വഴിയിലും ഒക്കെ ഉണ്ടാകുമെന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നമ്മൾ കരുതുന്ന വേഗതയിൽ അർജുനെ വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസിന് കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് എത്തണമെന്നുമില്ല. പൊതുദർശനമൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. വഴിയിൽ ഓരോ ജംഗ്ഷനിലും നിർത്തി ആളുകളെ കാണിക്കുന്ന അങ്ങനെയുള്ള പരിപാടികളൊന്നും ആലോചിക്കുന്നില്ല എങ്കിൽ പോലും ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ അർജുനെ കാണാൻ വഴിയരികിൽ കാത്തു നിൽക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച വേഗതയിൽ തിടുക്കപ്പെട്ട് അർജുനെ വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് കണ്ണാടിക്കലിലേക്ക് എത്താൻ കഴിയണമെന്നില്ല, അല്ലേ? തീർച്ചയായും മാരിയ, ഒരു നിമിഷം പോലും കാണാൻ കഴിയുന്ന രീതിയിലായിരിക്കില്ല യാത്ര. പക്ഷേ അപ്പോഴും ആ വാഹനം അത് കടന്നു പോകുന്ന ആ ഒരു വിങ്ങൽ തന്നെയാണത്. ആ രീതിയിൽ അത് അവസാന യാത്ര കാണുക അത് തന്നെയാണ്. ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ വഴിയരികിൽ ആദരാഞ്ജലി അർപ്പിക്കാൻ നിൽക്കുന്ന ഒരവസ്ഥ. ഏതെങ്കിലും തരത്തിൽ നിർത്തിയിട്ട് അത്തരത്തിൽ പൊതുദർശനം അങ്ങനെ ഒന്നും തന്നെയില്ല. എത്ര പെട്ടെന്ന് എത്തിക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് എത്തിക്കുക എന്ന് തന്നെയാണ് കുടുംബം ആലോചിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു യാത്ര തന്നെയായിരിക്കും ഇവിടുന്ന്. ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കൊന്നും പരിചയമില്ലാത്ത ഒരാൾ പക്ഷേ ഇപ്പോൾ നമ്മുടെ ഒരു സ്വന്തം സഹോദരനോ അല്ലെങ്കിൽ ഒരു കുടുംബാംഗവുമായി മാറുന്നു. ഒപ്പം കേരളത്തിലെ ഓരോ മലയാളികളുടെയും, കേരളത്തിൽ നിന്ന് മാത്രമല്ല മലയാളി എവിടെയുണ്ടോ അവിടെയൊക്കെ അർജുൻ എന്ന ആ ഒരു പേരുണ്ട്. ആ ലോറി ലഭിച്ച സമയത്ത് അവിടെ കൂടിയ ആളുകളൊക്കെ അതിനുശേഷം ഇന്നലെയൊക്കെ അവിടെ ആ വഴി പോകുന്ന വാഹനങ്ങളൊക്കെ നിർത്തി അവർക്കൊന്നും ഇത് കാര്യം പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലെ എന്താ സംഭവിച്ചതെന്ന് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ അർജുന്റെ ലോറി അർജുനെ കിട്ടിയിരിക്കുന്നു എന്ന് ഓരോ ആളും അറിയുന്ന രീതിയിൽ അത്രത്തോളം വൈകാരികമായ ഒരു നിമിഷമായിരുന്നു. അതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞ ഈ വസ്തുക്കളൊക്കെ നമ്മളത് ആദ്യം തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. ഒരു പക്ഷേ നമ്മുടെ ആ വാർത്തയുടെ അടി കമന്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നൽകിയത് അത്തരത്തിലൊരു സംഭവമേ ഇല്ല എന്നൊക്കെ തരത്തിലൊക്കെ ആളുകൾ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അത് ഇന്നലെ നേർക്കാഴ്ചയായി ആ ജിതിന്റെ കയ്യിൽ ആ കളിപ്പാട്ടം അത് വലിയ തേങ്ങലായി ഉണ്ടായിരുന്നു. മകന്റെ ഓർമ്മ ആ കളിപ്പാട്ടം ഒക്കെ ഉണ്ടായ ആ ലഭിച്ച സാഹചര്യം, ആ സമയത്ത് അഭിജിത്ത് ആകട്ടെ ആ ഒരു തിരയുകയായിരുന്നു എന്തെങ്കിലും വസ്തുക്കൾ തന്റെ സഹോദരന്റെ ബാക്കിയുണ്ടോ എന്നറിയാൻ വേണ്ടി. അത്തരത്തിൽ ആ പാത്രങ്ങൾ വരെ കുടുംബം സൂക്ഷിച്ചിരിക്കുന്നു. അർജുൻ ഭക്ഷണം പാചകം ചെയ്ത് മറ്റുള്ളവർക്ക് നൽകാൻ വലിയ സന്തോഷം കണ്ടെത്തുന്ന ആളാണ്. ഈ ലോറിക്കാർക്കൊക്കെ അതറിയാം. ലോറിക്കാരൊക്കെ പറയും അവർക്ക് അർജുൻ ഉണ്ടെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കാൻ ഒരാൾ സന്തോഷത്തോടു കൂടി അദ്ദേഹം ആ പ്രവൃത്തി ചെയ്ത് അവർക്കൊക്കെ വിളമ്പിക്കൊടുക്കും. അതിന്റെ പാത്രങ്ങളൊക്കെയാണ് ഈ ക്യാബിൽ നിന്ന് ലഭിച്ചത്. അതല്ല, ആ പാത്രങ്ങളെല്ലാം തന്നെ കണ്ണാടിക്കലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതൊക്കെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ആ വസ്തുക്കളൊക്കെ ശേഖരിച്ചിട്ടുണ്ട്. ഇതിലൊരു അർജുന്റെ ഒരു വള, കയ്യിലിടുന്ന ഒരു വളയും ഒപ്പം ഒരു മോതിരവും അത് നഷ്ടപ്പെട്ടു. അത് ലഭിച്ചില്ല. ഒരുപാട് ആ വാഹനത്തിന്റെ ക്യാബിനകത്തൊക്കെ അത് തിരിഞ്ഞെങ്കിലും അത് ലഭിച്ചിട്ടില്ല. മറ്റെല്ലാ വസ്തുക്കളും ആ ലോറി ചേർത്ത് പിടിച്ചു. അർജുന്റെ കുടുംബത്തിനായി അവസാനമായി അത് ഓർമ്മകൾക്കായി ആ ലോറി ചേർത്ത് പിടിച്ചു എന്ന് വേണം പറയാൻ. ഇത്രത്തോളം വലിയ കുത്തൊഴുക്കുള്ള 7 നോട്ട്സ് വരെ, അതായത് ഒരു 500 അത്രത്തോളം വലിയ വസ്തുക്കളൊക്കെ 500 കിലോ വരെ ഇട്ട് കഴിഞ്ഞാൽ ഒഴുകിപ്പോകുന്ന തരത്തിലുള്ള ആ ഒഴുക്കുള്ള പുഴ, ആ പുഴയിൽ ലോറി അത് തടഞ്ഞു നിർത്തി എന്നതാണ്. ആ മരങ്ങളൊക്കെ ചിന്നിച്ചിതറി പല ഭാഗങ്ങളിൽ പോകുമ്പോഴും ഇത്രയും വസ്തുക്കൾ ലോറി ചേർത്ത് പിടിച്ചു. അർജുന്റെ പ്രിയപ്പെട്ട ലോറി ചേർത്ത് പിടിച്ചു എന്നത് തന്നെയാണ് അതിലേറ്റവും വൈകാരികമായ ഒരു കാര്യം. അത് മാത്രമല്ല, അർജുനെ ആ ലോറി ചേർത്ത് പിടിച്ചു. ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. ലോറി ഉയർത്തുമ്പോൾ തന്നെ നിമിഷങ്ങൾക്കകം അർജുൻ
ഉണ്ട് എന്ന് തിരിച്ചറിയുന്ന രീതിയിൽ അതിനകത്ത് അർജുൻ ഉണ്ടായതെന്ന് തന്നെയാണ്. അതൊക്കെ നമ്മൾ ഓർക്കുന്നു. ഈ അപകടം ജൂലൈ 16 നടന്ന് ജൂലൈ 18 മുതൽ ശിരൂരിൽ ന്യൂസ് 18 സംഘമുണ്ട്. ആ ഓരോ വിവരങ്ങളും നമ്മൾ നൽകിക്കൊണ്ടുണ്ട്. വിനീഷ് ഉൾപ്പെടെ കോഴിക്കോടുണ്ടായിരുന്ന വിനീഷ് ഉൾപ്പെടെ ശിരൂരിലെത്തി റിപ്പോർട്ട് ചെയ്തു. ക്യാമറാമാൻ അഖിൽ ഓട്ടുപാറ, ഒപ്പം സുമേഷ് മുറഴ, ഇത്തരത്തിൽ ഒരുപാട് നമ്മുടെ ടീം അംഗങ്ങൾ ഡെസ്കിൽ നിന്നുള്ള വിവരങ്ങൾ, ഒരുപക്ഷെ ചില ഘട്ടങ്ങളിലൊക്കെ കുടുംബത്തിന് വരെ വിവരങ്ങൾ നൽകുന്നത് വാർത്തകൾ സംഘങ്ങളായിരിക്കും. ആ വാർത്താ സംഘങ്ങളിൽ നിന്നാണ് അവർ വിവരങ്ങൾ പോലും അറിഞ്ഞത്. ചില സമയത്ത് നിസ്സഹായസ്ഥ അവരെ നമ്മൾ കണ്ടിരുന്നു, എന്ത് ചെയ്യണമെന്നറിയാതെ. അപ്പോഴൊക്കെ മാധ്യമങ്ങൾ അവർക്ക് പിന്തുണ നൽകി. ഏതായാലും വലിയൊരു ദൌത്യം അതിന്റെ പരിസമാപ്തിയിലേക്ക് പോകുന്നു. ശിരൂരിൽ നിന്നും മടങ്ങാൻ ഒരുങ്ങുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അർഹിക്കുന്ന ആ ഒരു യാത്രയപ്പ് അർജുന് നൽകാൻ നാടും ഒക്കെ ഒരുങ്ങുന്നു. എന്തായാലും ആ നിമിഷം ഇനി മണിക്കൂറുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ശിരൂരിൽ നിന്നും ഏതായാലും ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ അർജുനെയും കൊണ്ടുള്ള വാഹനം അത് യാത്രയാകും. എന്തായാലും ഇനി ഇപ്പോഴും ഇന്നും വൈകാരികമായ ഒരു നിമിഷത്തിലൂടെ തന്നെയാണ് ശിരൂർ കടന്നു പോകുന്നത്. എന്നാലും ഇന്നത്തെ ആ ഒരു യാത്രയപ്പ് ആ ആംബുലൻസിലേക്ക് കാർവാർ ജില്ലാ ആശുപത്രിയിൽ നിന്നും മൃതദേഹം എടുത്ത് ആ ആംബുലൻസിലേക്ക് മാറ്റുകയും പിന്നീട് അല്പസമയം ഗംഗാവലി പുഴയുടെ തീരത്ത് ആംബുലൻസ് നിർത്തിയിടും. അവിടെ നിന്നും കുറച്ച് വസ്തുക്കൾ അവിടെ ശേഖരിച്ചു വെച്ചത് ആംബുലൻസിലേക്ക് കയറ്റേണ്ടതുണ്ട്. അതുകൊണ്ട് ഗംഗാവലി പുഴയുടെ തീരത്ത് അല്പസമയം നിൽക്കും. അതൊരു പക്ഷേ അർജുന്റെ ആ യാത്രയുടെ ആ അവസാനഘട്ട 70 ദിവസത്തിലധികം അർജുൻ വെള്ളത്തിനടിയിൽ 15 മീറ്റർ ആഴത്തിൽ വെള്ളത്തിനടിയിൽ നിൽക്കുമ്പോൾ ഒരു പക്ഷേ നമ്മൾ എവിടെയാണ് അർജുൻ എന്നറിയാതെ നമ്മൾ പല ഭാഗത്തായി ആ പുഴയുടെ ഏകദേശം പുഴയുടെ ആ ഭാഗങ്ങളെല്ലാം തിരച്ചിൽ നടത്തി. അവസാനം ഏറ്റവും ഒടുവിലാണ് CP2 എന്ന ആ പ്രധാനപ്പെട്ട സ്ഥലത്ത് വളരെ സുരക്ഷിതമായ അർജുനെ ചേർത്ത് പിടിച്ച് ആ ലോറി ഉണ്ടായതും പുറത്തേക്ക് എടുത്തതും. ഏതായാലും ലോറിയൊക്കെ പുറത്തെടുത്തു കഴിഞ്ഞു. ഇനി അവിടെയുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി. അവിടെയുള്ള വസ്തുക്കളെല്ലാം തന്നെ കൈമാറി. പക്ഷെ അതെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. ആംബുലൻസിലേക്ക് കയറ്റേണ്ടതുണ്ട്. ഈ യാത്ര പോകുന്ന സമയത്ത് അവിടെ അല്പസമയം നിർത്തിയിട്ട് ആ വസ്തുക്കളൊക്കെ അതിൽ കയറ്റാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പിന്നീട് വാഹനം നേരെ കുന്താപുരം, ഉടുപ്പി, മംഗലാപുരം, തലപ്പാടി അതിർത്തി, മംഗലാപുരം കഴിഞ്ഞതിന് ശേഷം തലപ്പാടി അതിർത്തി, ഇത്തരത്തിൽ യാത്ര തുടരും. ഇതിൽ തലപ്പാടി അതിർത്തിയിലാണ് പ്രധാനമായും വലിയ തോതിലുള്ള ഒരു യാത്രയപ്പ് അർജുനായി ഒരുക്കുന്നത്. അത് ലോറി ഓണേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ്. അവരൊക്കെ ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അർജുനെ എന്ത് പറ്റി, എവിടെയാണെന്ന് തിരയുന്നതിനും അന്വേഷിക്കുന്നതിനും കർണാടകയിലുള്ള അസോസിയേഷനുമുണ്ട്, കേരളത്തിലെ അസോസിയേഷനുമുണ്ട്. ഏതായാലും മനാഫ് ഉൾപ്പെടെയുള്ള സംഘം ഇവിടെ നിന്നും മടങ്ങിയിട്ടുണ്ട്. അവരിപ്പോൾ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. അവർ ഇന്നലത്തെ രാത്രിയോടുകൂടി ഇവിടെ നിന്നും മടങ്ങി. ഇനി ജിതിനും അഭിജിത്തും മാത്രമാണ് ഇവിടെയുള്ളത്. പിന്നീട് നമ്മുടെ മാധ്യമപ്രവർത്തകരുമാണ്. നമ്മളും ഈ ആംബുലൻസിനൊപ്പം അർജുനൊപ്പം നമ്മളും കർണാടകയിലേക്ക് ആ ആംബുലൻസിനൊപ്പം അനുഗമിക്കും. എന്തായാലും വൈകാരികമായ നിമിഷം തന്നെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ നീണ്ടു നിൽക്കുന്ന ഒരു ദൌത്യത്തിന് ഭാഗമാകുന്നു പ്രതികൂലമായ കാലാവസ്ഥ. ഇപ്പോൾ ഇന്ന് തന്നെ രാവിലെ വലിയ തോതിലുള്ള മഴയായിരുന്നു. ഇപ്പോഴാണ് കാലാവസ്ഥ ഒന്ന് തെളിഞ്ഞു വന്നത്. ഏത് സമയത്താണ് ഇവിടെ കാലാവസ്ഥ മാറുന്നത് എന്ന് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ കൊടും ചൂടാണ്. അത്തരത്തിൽ നമുക്കവിടെ ആ ഒരു മരം പോലും ആ ഭാഗങ്ങളിൽ ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനം. ആ മണ്ണൊക്കെ ഇടിഞ്ഞ് ഇപ്പോഴും മഴ വരുമ്പോൾ അവിടെ നിന്നും വെള്ളച്ചാട്ടങ്ങളൊക്കെ രൂപപ്പെടുന്നത് കാണാം. മാത്രമല്ല നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ആ മണ്ണിടിച്ചിലുണ്ടായ മലയുടെ മുകളിൽ ഒരു തടാക രൂപത്തിൽ വലിയ തോതിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. അത് വലിയ അപകടമാണ് അതുവഴി യാത്ര ചെയ്യുന്നവർക്കൊക്കെ എന്ന് അറിയുന്നുണ്ട്. എന്നാലും ആ ഭാഗങ്ങൾ ഇപ്പോഴും ഒരു അപകട ഭീഷണിയിൽ തന്നെയാണ്. ഇതൊന്നും നമ്മൾ ചിന്തിച്ചില്ല. അവിടെ നിന്നും ഓരോ വിവരങ്ങളും നമ്മൾ നൽകിക്കൊണ്ടിരുന്നു. അതുപോലെ തന്നെ ഈ ദൌത്യ സംഘങ്ങളും ജീവൻ പണയം വെച്ചായിരുന്നു അവിടെ ഇത്തരത്തിൽ ഈ ദൌത്യത്തിൽ ഏർപ്പെട്ടത്. ഏതായാലും സമാനതകളില്ലാത്ത ഒരു ദൌത്യം അത് അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തുകയാണ്. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ അർജുൻ ശിരൂരിൽ നിന്നും മടങ്ങും. തീർച്ചയായും KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ബൈജു സൂചിപ്പിച്ചത്